ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിയെ കാണാൻ വേണ്ടി ദേവു വരികയാണ്. അങ്ങനെ ദേവു തൻ്റെ ചേച്ചിയോട് വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പൂ കെട്ടാനുള്ള പൂക്കളുമായിട്ടാണ് ദേവു അവിടേക്ക് വന്നത്. വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രേവതി തലേ ദിവസം റെസ്റ്റോറൻറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ദേവുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിക്ക് ദേഷ്യം വന്നപ്പോൾ അവൻ്റെ സുധിയുടെ വിരലുകൾ വളച്ചൊടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെന്താ ായാലും നന്നായി. അയാൾ അത്രയും വൃത്തികെട്ടവനാണ്. പൈസയ്ക്ക് വേണ്ടി ചേച്ചിയെ കല്യാണം കഴിക്കാൻ തയ്യാറായതില്ല. എന്നിട്ട് ആ പൈസയും കൊണ്ട് മുങ്ങുകയും ചെയ്തു. ചേച്ചിയെ കല്യാണം കഴിക്കുകയും ചെയ്തില്ല. ഒരു നിലയ്ക്ക് നന്നായി എന്തായാലും അയാൾ ചേച്ചിയെ കല്യാണം കഴിക്കാഞ്ഞത്. സച്ചിയേട്ടൻ നല്ലതാണ് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ദേവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് എന്തായാലും സച്ചിയേട്ടൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയാണ്. അപ്പോൾ എന്താ ദേവു നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല അതെ ആ പെണ്ണില്ലേ ആ ശ്രുതി അവളുടെ വിരലും കൂടി ഒടിക്കേണ്ടതായിരുന്നു. അവള് സഹതാപ കല്യാണം എന്ന് പറഞ്ഞ് ചേച്ചിയെയും ചേട്ടനെയൊക്കെ നാണം കെടുത്തിയതല്ലേ, അങ്ങനെയൊക്കെ അവൾ പറഞ്ഞതല്ലേ. അപ്പം അയാളെ വിരൽ മാത്രമല്ല അവളെയും വിരലും കൂടി ചേർത്ത് ഒടിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ ചേച്ചി എന്ന് പറയാണ്. അപ്പം ചായ കുടിക്കാടി എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവു അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ രേവതി നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അടുക്കളയിൽ ഇതെല്ലാം കേട്ട് മറഞ്ഞു നിന്ന് നിൽക്കുകയായിരുന്നു ചന്ദ്രയുടെ മുഖം ഒരു കൊട്ടയുണ്ട്. ആ സമയത്ത് ചന്ദ്ര രേവതിയെ കണ്ണു തുറപ്പിച്ചിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ രേവതി എന്താ അമ്മേ എന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞോടി ഇവിടുത്തെ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. ഞാൻ കേട്ടടി എല്ലാതും നീ പറയുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്നേക്കാളും ഒരു കൊമ്പ് കൂടിയതാണ്, അവൾക്കൊരു കൊമ്പും കൂടി കൂടുതലാണ് നിന്റെ അനിയത്തി എന്ന് പറയുന്നവള്. അവള് എൻ്റെ ശ്രീകാന്തിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അവള് വലിയ വലിയ കൊമ്പത്തൊക്കെ നോക്കി തന്നെയാണ് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല അമ്മ, അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. അവള് ശ്രീകാന്തിനായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അമ്മ അരികിലുണ്ടായിരിക്കുമെന്ന് പറയണം. അതെ അങ്ങനെയൊന്നും എന്തായാലും ഈ വീട്ടിലേക്ക് ഇനി അവളെ പോലുള്ളൊരു പൂ കെട്ടുന്ന ഒരാളെ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് അങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് രേവതിയോട്. രേവതിക്ക് ഒന്നും പറയാൻ പറ്റാതെ അങ്ങനെ നിൽക്കാണ്. അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട് നിന്റെ സച്ചിയേട്ടൻ നിന്നെ ഇപ്പം സ്നേഹിക്കുന്നില്ലേ, അത് എത്ര കാലം ഉണ്ടാവുന്നു നമുക്ക് കാണാടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ എന്ന് പറയുന്നവര് എൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയുടെ മുന്നിൽ കരുതി കൂട്ടി വന്ന് ചാടിയതാണിടി. അത് എന്നിട്ട് അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് അയാൾക്ക് നേരത്തെ അറിയാമായിരിക്കും. അതുകൊണ്ടാണ് അയാൾ എൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് ചാടി മരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ തൻ്റെ കുടുംബത്തിനെ പറ്റി ഇല്ലാത്ത ഓരോ അനാവശ്യങ്ങളൊക്കെ ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോൾ രേവതി പറയാണ് എന്നെ എന്ത് വേണമെങ്കിലും അമ്മ പറഞ്ഞു, പക്ഷെ എൻ്റെ വീട്ടുകാരെ അമ്മ പറയണ്ട എന്ന് പറയുമ്പോൾ എന്തേടി നിൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഓരോന്നിങ്ങനെ പറയുന്നത്. രേവതിക്ക് മറുത്തൊന്നും പറയാൻ സാധിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രേവതി തൻ്റെ റൂമിൽ പോയിരുന്ന് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. ഇതാരോടെങ്കിലും ഒന്ന് പറയാനും പറ്റില്ല. ഇപ്പം സച്ചിക്ക് അത്ര വലിയ സ്നേഹമൊന്നും നമ്മുടെ രേവതിയോട് കാണിക്കുന്നൊന്നുമില്ലല്ലോ. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറച്ചു നേരം തൻ്റെ റൂമിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അവർ പൂ കെട്ടുന്ന ആ ഒരു അമ്പലത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ അവളുടെ അമ്മയും അനിയത്തിയും പൂ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ദേവു പറയുന്നുണ്ട് ദേ ചേച്ചിയുടെ അരികിൽ നിന്നാണല്ലോ ഞാനിപ്പോൾ വന്നത്, ഇവിടേക്ക് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. രേവതിയാണെങ്കിൽ ആരെയും നോക്കാതെ ശരിക്കും എന്തോ ഒരു ബാധ കയറിയ പോലെയാണ്. അവൾ ആരെയും നോക്കാതെ ഇങ്ങനെ നേരെ പോകുന്നുണ്ട്. അവരൊക്കെ വിളിച്ച് പുറകെ നടക്കുകയാണ് അമ്മയും അനിയത്തിയും. പക്ഷെ അവരെ ഒന്നും നോക്കുന്നില്ല. എന്നിട്ട് അവിടെ പുറത്ത് ഒരു കുടത്തിൽ വെള്ളം ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് തലവഴി ഒഴിക്കുകയാണ്. അത് നേരെ അകത്തേക്ക് കയറിയിട്ട് ആ അമ്പലത്തിന് ചുറ്റും ശയനപ്രദക്ഷിണം ചെയ്യുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ എന്താ പറ്റിയത് എൻ്റെ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വളരെ സങ്കടപ്പെട്ട് പുറകെ നടക്കുന്നുണ്ട്. അങ്ങനെ അമ്മയും ദേവും ചേർന്നിട്ട് അവളെ ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എന്തോ പറ്റിയിട്ടുണ്ട് ചേച്ചിക്ക്, അല്ല മനസ്സെന്തോ വല്ലാതെ വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്ന് ദേവ് പറയുമ്പോൾ മോളൊരു കാര്യം സച്ചിയെ ഒന്ന് വിളിച്ച് വിവരം പറയുമെന്ന് പറയാണ്. സച്ചിയോട് ചോദിച്ചു നോക്കി എന്താന്നൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് ദേവ് ഫോൺ എടുത്തിട്ട് സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചി വാടക പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും.
അപ്പം ആ സമയത്ത് സച്ചിയോട് എത്രയും വേഗം അമ്പലത്തിലേക്ക് വായോ, രേവതി ചേച്ചി ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ അവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. സച്ചിയേട്ടൻ വേഗം ഇവിടേക്ക് വായോ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് വേഗം വരികയാണ്. അങ്ങനെ സച്ചി വരുമ്പോൾ കാണുന്ന കാഴ്ച അവളിങ്ങനെ വളരെ ഭയങ്കര വിഷമത്തോടൊക്കെ കൂടിയുള്ളൊരു വല്ലാത്തൊരു മാനസിക സ്ഥിതി ഉള്ളൊരു രീതിയിൽ അവളിങ്ങനെ ശയനപ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി നീ എന്തായി കാണിക്കുന്നത്, എഴുന്നേൽക്കുന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും രേവതി കേൾക്കുന്നില്ല. രേവതി അത് മുഴുവനും ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം സച്ചി വഴക്കുണ്ടാക്കിയിട്ട് അവളെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പൂജാരി അവിടേക്ക് വരികയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ കാണുമ്പോൾ അവൾ പറയാണ്, ഈ ഒരു കുട്ടിയെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ വളരെ ചെറുപ്പം മുതലേ ഈ കുട്ടിയെ കാണുന്നതല്ലേ, ഇതെന്താ പറ്റിയത്, മനസ്സിന് എന്തോ നല്ല വിഷമം തട്ടിയിട്ടുണ്ട്, അത് ആരോടെങ്കിലും പറയാനും അവസ്ഥ ഉള്ളത് കൊണ്ട് മനസ്സിൽ എല്ലാതും അടക്കി വെച്ചുകൊണ്ട് ദേവിയുടെ മുന്നിൽ അത് സമർപ്പിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ ആ പൂജാരി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പലവട്ടം ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയത്, ആരെങ്കിലും നിന്നെ പറഞ്ഞു, അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നമ്മുടെ രേവതി. ഇതേ സമയത്താണെങ്കിൽ രവീന്ദ്രന് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓഫീസിൽ എന്ന് വെച്ചാൽ യൂണിയൻ ഓഫീസിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിനക്ക് എത്രയും വേഗം പെൻഷൻ ശരിയാവോട്ടെ എന്ന് കൂടുള്ള ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവിടേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, നാളെ ലേബർ കോർട്ടിൽ നിങ്ങളുടെ കേസുണ്ട് എന്ന് പറയുമ്പോൾ അവിടെയെങ്കിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നാൽ മതിയായിരുന്നു എന്ന് രവീന്ദ്രൻ ചെയ്യുന്നുണ്ട്. രവീന്ദ്രൻ പറയാണ്, എന്തായാലും സച്ചി തന്നെയാണ് ആ വീട് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നത്, ഈ ഒരു പൈസ കിട്ടുകയാണെങ്കിൽ അവന് ചെറിയൊരു ആശ്വാസമായേനെ എന്നൊക്കെ രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ സച്ചി വേഗം തന്നെ രേവതിയെയും കൊണ്ട് നനഞ്ഞു കുളിച്ച ഒരു വേഷത്തോടു കൂടി തന്നെയാണ് രേവതിയെയും കൊണ്ട് അവിടേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കിയിട്ട് ശ്രുതിക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി അത് കുടിച്ചു നോക്കുകയാണ്. അപ്പോൾ എന്താ, ശ്രുതിയാണെങ്കിൽ ലാപ്ടോപ്പിൽ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഈ മാസം കുറേ ചിലവുകളും കാര്യങ്ങളും ഉണ്ടായി, അടുത്ത മാസം തുടങ്ങി അതെല്ലാതും ടാലിയാക്കണം, പിന്നെ നിന്റെ ശമ്പളമൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം, ആ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയാണെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാണ്. അങ്ങനെ ശ്രുതി അമ്മായിമ്മ ഉണ്ടാക്കിയതാണ്, അതായത് ചന്ദ്രൻ ഉണ്ടാക്കിയ സൂപ്പാണ്, അതിങ്ങനെ കുടിച്ചു നോക്കിയിട്ട് 2-3 ടീസ്പൂൺ ഇങ്ങനെ കുടിച്ചു നോക്കിയതിന് ശേഷം പറയുന്നുണ്ട്, ഇത് അമ്മ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. രേവതിക്ക് ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് കൈപ്പുണ്യുണ്ട്, അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല രസമാണ് കഴിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, നീ അവളെ അത്ര അങ്ങ് പൊക്കി പറയാനൊന്നും നിൽക്കണ്ട, അവളെ ഒരു ഗ്യാപ്പിട്ട് നിർത്തിയാൽ മതി, പിന്നെ ഈ ഇപ്പൊ ഭക്ഷണം വെക്കാൻ അറിയാവുന്നതൊന്നും അത്ര വലിയ കഴിവൊന്നല്ല എന്ന് പറയാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. നീ അതിലും വലിയ പുള്ളിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതിയോടായിട്ട്. അപ്പോൾ നീ NAS ആണെന്നൊക്കെ പറയണം. അപ്പം എന്താണ് ചോദിക്കുമ്പോൾ നീ എല്ലാത്തിലും ഓൾറൗണ്ട് പെർഫോമൻസ് ഒക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട്. അതായത് ഡാൻസിനായാലും അതുപോലെ യോഗയ്ക്കായാലും പിന്നെ ബ്യൂട്ടീഷ്യനും മസാജ് ചെയ്യാനും അതിലൊക്കെ നീ മാസ്റ്റർ എടുത്ത ഒരാളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അവളുടെ കൈപ്പുണ്യം, എനിക്ക് അവളുടെ കൈപ്പുണ്യം എന്തായാലും ഇല്ല, അവളുടെ കൈപ്പുണ്യം എന്തായാലും സമ്മതിച്ചു കൊടുക്കണം എന്നൊക്കെ ശ്രുതിനെ പറ്റി ഇങ്ങനെ നമ്മുടെ രേവതിനെ പറ്റി ശ്രുതി പറയുമ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പറയുന്നുണ്ട്, ഇതിലിത്തിരി എരിവ് കൂടിപ്പോയി എന്നിങ്ങനെ ശ്രുതി പറയാണ്. അപ്പം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കഴിച്ചുകൊണ്ടിരുന്ന ആ സൂപ്പ് എടുത്തിട്ട് അവനും കഴിച്ചു നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ലല്ലോ ഇത് നല്ല മധുരം ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മധുരം ഉണ്ടെന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട് ശ്രുതി. അതെ, നീ കഴിച്ചതിന് ശേഷം കഴിക്കുമ്പോൾ അതിന് മധുരം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് രേവതിയെയും കൊണ്ട് നമ്മുടെ സച്ചി വരുന്നത്. അങ്ങനെ സച്ചി വന്നിട്ട് വേഗം തന്നെ ചന്ദ്ര ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് നിന്നേന്ന് പറയാണ് സച്ചി. അപ്പോൾ എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ രേവതിയെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ലാതെ ഇവളൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, അമ്പലത്തിൽ പോയി ഇങ്ങനെയൊന്നും ചെയ്യില്ല, അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത വീട്ടിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണല്ലേ, ഞാൻ എന്ത് പറഞ്ഞടി നിന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് ആരാ പറഞ്ഞത്, അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരും ഇവളെ വഴക്ക് പറയാനില്ലല്ലോ. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ വല്ലതും പറഞ്ഞടാ ഇവളെ എന്ന് ചോദിക്കുകയാണ് സച്ചി. അപ്പോൾ ഞാൻ എന്ത് പറയാനാണെന്ന് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് രേവതിയുടെ ആയൊരു നിപ്പും പാവമൊക്കെ കാണുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ എന്ത് പറ്റി ആൻറ്റി, ഇവൾക്ക് എന്തോ ശരീരത്തിന് സുഖമില്ലാന്ന് തോന്നുന്നുണ്ട്, എന്തോ അസുഖം പിടിച്ച പോലെയാണല്ലോ, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. നീ അധികം കാര്യങ്ങളൊന്നും അവളെ അന്വേഷിക്കേണ്ട, നീ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്കായിരിക്കും കുറ്റം മുഴുവൻ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ശ്രുതിയുടെ ആയൊരു
അന്വേഷണം അവിടെ അപ്പം തന്നെ വെച്ച് നിർത്തുകയാണ്, അങ്ങനെ പറയണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെ ചന്ദ്ര നീ എന്തെങ്കിലും ചെയ്യടാ എന്ന് പറഞ്ഞ് സച്ചി അങ്ങനെ വേഗം റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവളെ എന്തായാലും നീ പറയുന്ന അത്രയൊന്നും ഞാൻ പറയുന്നില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ സച്ചി പറയാണ്, അതെ ഞാൻ ഇവളെ എന്ത് വേണമെങ്കിലും പറയും, അതെൻ്റെ ഇഷ്ടം, ഇവളെൻ്റെ ഭാര്യയാണ്, അത് വിചാരിച്ചിട്ട് ഇവളെ മറ്റൊരാളെ ഒന്നും പറയണ്ട, അതെനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ തന്നെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാണ്. ഇങ്ങനെ വേഗം റൂമിലേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മ എന്തെങ്കിലും പറഞ്ഞോ പറയ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല, എന്തായാലും നിങ്ങൾ ഓട്ടത്തിന് പൊക്കോ എന്ന് പറയുകയാണ്. ആ സമയത്ത് തന്നെ ഒരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് മറ്റൊരു ഓട്ടം വരുമ്പോൾ സച്ചി പറയുകയാണ്, എന്നാൽ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ നോക്കും, ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ചന്ദ്രയും അതുപോലെ ശ്രുതിയും കൂടിയിട്ട് ആ പലിശക്കാരനെ കാണാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്യണം. അയാൾക്ക് പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞ് അവരങ്ങനെ ആ പലിശക്കാരനെ കാണാൻ വേണ്ടി പോകുന്ന ഭാഗമൊക്കെയുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.